ബി.ജെ.പി. പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടന്നൂർ സെന്ററിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ഇടത് വലത് മുന്നണികളിൽ നിന്ന് പാർട്ടിയിൽ ചേർന്നവർക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എന്താ നടക്കുന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു. കേരളത്തിലെ പാവപ്പെട്ടവന് ഒരു കുട്ടി ആശുപത്രിയിൽ കിടക്കാൻ വേണ്ടി പോയപ്പോ ആ കുട്ടിക്ക് കാവലിരിക്കാൻ വേണ്ടി പോയ അമ്മ കെട്ടിടം തകർന്ന് മരിച്ചു. എന്തൊരു ഗതികേടാണിത്! കെട്ടിടം തകർന്ന ആ പെൺകുട്ടിയുടെ അമ്മ മരിച്ചപ്പോ എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ചെന്നു, അമ്മയുടെ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിച്ചു, നഷ്ടപരിഹാരം കൊടുത്തു. കൊല്ലത്തൊരു സ്കൂളില് ഒരു ചെറിയ കുട്ടി, നമ്മുടെ എല്ലാം തന്നെ പിഞ്ചോമനയായിട്ടുള്ള ഒരു കുട്ടി, ആ സ്കൂളില് പിടഞ്ഞു വീണ് ഷോക്കേറ്റ് മരിച്ചു. ആ കുട്ടി മരിച്ചപ്പോ ആ കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. മലപ്പുറം ജില്ലയില് ഇതുപോലെ തന്നെ പന്നിയെ പിടിക്കാൻ വേണ്ടി കെണിയൊരുക്കി. പന്നിയെ പിടിക്കാൻ കെണിയൊരുക്കുമ്പോ KSEBയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമല്ലോ, ഇങ്ങനെയുള്ള മേഖലകളിൽ ഏത് സമയത്തെല്ലാം ജനങ്ങൾക്ക് പോകാം, ഏത് സമയത്ത് ജനങ്ങൾ പോകരുത് അറിയില്ലേ? ആ KSEBയുടെ ജീവനക്കാര് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേട് കൊണ്ട് അവിടെയും ഒരാൾ മരിച്ചപ്പോ എല്ലാവരും ഓടിയെത്തി സമാധാനിപ്പിച്ചു, പത്രസമ്മേളനം വിളിച്ചു, പൈസ കൊടുത്തു. അപ്പൊ കേരളത്തിൽ ഒരാൾ മരിക്കണം, അല്ലെങ്കിൽ ഒരാളെ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ട് ഒരാൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോ മാത്രം നിങ്ങൾ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അറക്കൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ NDA സ്ഥാനാർത്ഥി ലോചനൻ അമ്പാട്ട്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ ലിജീവ് പയ്യപ്പാട്ട്, പ്രദീപ് പാടവറമ്പിൽ, മീന മോഹൻ, KV വിജിത്ത്, പാർലം ഗ്രാമപഞ്ചായത്തിൽ 1 മുതൽ 17 വരെയുള്ള വാർഡുകളിലെ NDA സ്ഥാനാർത്ഥികളായ ലിസി ചാക്കോ, പ്രണിത സഹിൽ, ഷീബ വെട്ടിയാട്ടിൽ, ഡാനി ബിനോയ്, വീണ ബിനോയ്, രാധാകൃഷ്ണൻ കടുപ്പടി, അനിത പ്രസന്നൻ, മനീഷ് ശിവപുരം, തുഷാര രഞ്ജിത്ത്, പ്രീത ബൈജു, MR രജീഷ്, സുരേഷ് പണിക്കശ്ശേരി, ഷാലു ഷാജു, മനോജ് അയ്യപ്പത്ത്, അച്യുതൻ കണാറ, പ്രസീത സന്ദീപ്, ഓമന മങ്ങാടൻ എന്നിവർ സംസാരിച്ചു. മുൻ SI സുധീരൻ, ജ്യോതിഷ ആചാര്യൻ, പുഷ്പാങ്കദൻ ഉൾപ്പെടെ നിരവധി പേരാണ് BJP അംഗത്വം സ്വീകരിച്ചത്.